ശഅബാനെ പറ്റി സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരൊറ്റ പ്രയോഗം, അത് മാത്രം മതി മനസ്സിലാക്കാൻ. ശഅബാനു ശഹ്രി റജബു ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമളാനു ശഹ്റു ഉമ്മത്തി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിന്റെ മഹത്വം മനസ്സിലായല്ലോ. റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ശഅബാൻ എന്റെ മാസമാണ് റസൂലുള്ളാഹി പറയാ, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. അപ്പൊ പരിശുദ്ധ റജബിന് ഒരുപാട് പ്രത്യേകതകൾ. അതവിടെ നിൽക്കട്ടെ, നമ്മൾ ചെറിയ സമയമുള്ളൂല്ലോ. ശഅബാനെ പറ്റി, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണെന്ന് പറഞ്ഞതും എല്ലാവർക്കും അറിയാം. ഉമ്മത്തിന്റെ മാസമാണ് റമളാൻ എന്ന് പറഞ്ഞാൽ ഉമ്മത്തിൽ നിന്ന് വരുന്ന വീഴ്ചകളൊക്കെ പരിഹരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന നല്ല ഒരു മാസമാണ് റമളാൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മീയ ഉയർച്ചക്ക് ഇത്രമാത്രം ഫിറ്റായ വേറൊരു നേരല്ല, അള്ളാഹുവിനോട് അടുക്കാൻ പറ്റുന്ന വേറെ ഒരു സന്ദർഭം ഇല്ല റമളാനിനെ പോലെ. അപ്പൊ അതുകൊണ്ട് ഉമ്മത്തിന്റെ മാസം എന്ന് പറഞ്ഞതൊക്കെ പെട്ടെന്ന് ബോധ്യപ്പെടും. പക്ഷേ ശഅബാനെ പറ്റി മുത്തുനബി എന്റെ മാസം എന്ന് പറഞ്ഞതിന്റെ പിറകിലുള്ള താല്പര്യം എന്താണ്? അതാണ് ഇപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായും ശഅബാൻ എന്റെ മാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം, നിസ്കാരം ഒരു ആരാധനയാണ്, എല്ലാവർക്കും അറിയാം. നോമ്പ് ഒരു ആരാധനയാണ്, സക്കാത്ത് മറ്റൊരു ഇബാദത്താണ്, ഹജ്ജ് വേറെ ഒരു അമലാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ചെയ്താൽ പ്രതിഫലം കിട്ടും. ഈ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹുവിനോട് അടുക്കാൻ പറ്റും, സ്വർഗം നേടാൻ പറ്റും, നരകത്തിൽ നിന്ന് മോചനം ഉറപ്പാക്കാൻ പറ്റും. ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നിടത്ത് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി